മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് എത്തുകയും അച്ഛനും അമ്മയ്ക്കും എത്തിപ്പിടിക്കാൻ കഴിയാതെ പോയ ഉയരങ്ങളിൽ എത്തുകയും ചെയ്ത രണ്ട് മക്കളാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും. മലയാളത്തിലെ യുവതലമുറയിലെ മികച്ച നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഇന്ദ്രജിത്തും ഉണ്ടാകും. പൃഥ്വിരാജ് ഇന്ന് നടൻ മാത്രമല്ല, സംവിധായകനും നിർമ്മാതാവും എല്ലാമാണ്. രണ്ടുപേരും തിരക്കേറിയ താരങ്ങളാണ്. ഇരുവരുടെയും ഭാര്യമാരും ലൈം ലൈറ്റിൽ തിളങ്ങി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും അഭിമുഖങ്ങളിലും വളരെ വിരളമായി മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ. എങ്കിലും ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും വിശേഷങ്ങൾ കൃത്യമായി ആരാധകരിലേക്ക് എത്തും. അതിന് വഴികാട്ടിയാകുന്നതാകട്ടെ അമ്മ മല്ലിക സുകുമാരനാണ്. താരചാടയില്ലാതെ സരസമായി സംസാരിക്കുന്ന കാര്യത്തിൽ അമ്മയാണ് മക്കളെക്കാൾ ഒരു പിടി മുന്നിൽ. അതുകൊണ്ട് തന്നെ മല്ലിക സുകുമാരന്റെ അഭിമുഖങ്ങൾക്ക് കാഴ്ചക്കാരുമുണ്ട്. മക്കളുടെ വിശേഷങ്ങൾ മാത്രമല്ല, മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും കഥകൾ വരെ മല്ലികയുടെ അഭിമുഖങ്ങൾ വഴിയാണ് പ്രേക്ഷകരിലേക്ക് എത്താറുള്ളത്. ഇപ്പോൾ മക്കളെക്കാൾ സിനിമയിൽ തിരക്ക് മല്ലിക സുകുമാരനാണ്. സിനിമയിലും സീരിയലിലുമെല്ലാമായി 69-ാം വയസ്സിലും മല്ലിക നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴിതാ മരുമക്കളായ സുപ്രിയയെയും പൂർണിമയെയും കുറിച്ച് മല്ലിക പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. കുടുംബവിശേഷങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നടി മല്ലിക സുകുമാരന് വലിയ താല്പര്യമാണ്. മക്കളായ ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും നേട്ടങ്ങളിൽ ഏറെ അഭിമാനിക്കുന്ന അമ്മയാണ് മല്ലിക സുകുമാരൻ. ആടുജീവിതം എന്ന സിനിമയിലൂടെ പൃഥ്വിരാജിന് ലഭിച്ച പുരസ്കാരങ്ങളിലും പ്രശംസകളിലും മല്ലിക സുകുമാരന് വലിയ അഭിമാനമുണ്ടായിരുന്നു. മരുമക്കളെക്കുറിച്ചും മല്ലിക സംസാരിക്കാറുണ്ട്. പൂർണിമയെയും സുപ്രിയ മേനോനെയും കുറിച്ച് മല്ലിക സുകുമാരൻ നടത്തുന്ന പരാമർശങ്ങൾ പലപ്പോഴും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മരുമക്കൾ ചില സമയങ്ങളിൽ മാത്രം താലിമാല ഇടുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് മല്ലിക. ഓണത്തിന് മരുമക്കൾ വരുമ്പോൾ നല്ല കസവ് സാരി ഉടുത്ത് താലിയും കമ്മലും ഇട്ട് വരും. അപ്പോൾ ഞാൻ കളിയാക്കും, എന്റെ മരുമക്കളെന്നല്ല, എല്ലാവർക്കും താലി മാലയേക്കാൾ അവർക്കിഷ്ടം വലിയ കമ്മലാണ്. മാല എവിടെയെന്ന് ഞാൻ ചോദിക്കും. ഉണ്ടമ്മയെന്ന് പറയും. അമ്മയ്ക്ക് താലി കഴുത്തിലിടുന്നത് ഇഷ്ടമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടായിരിക്കാം ഓണത്തിന് വരുമ്പോൾ താലി ഇടുന്നത്. ഇപ്പോൾ സുപ്രിയയെ ഇടയ്ക്കിടയ്ക്ക് താലി ചെയിനിട്ട് കാണാറുണ്ട്. ചില സമയത്ത് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഇട്ടോണ്ട് പോകാറുണ്ട്. താലിമാല ട്രഡീഷണലാണ്. അത് അതുപോലത്തെ വേഷവിധാനത്തിലെ പറ്റുമായിരിക്കുള്ളൂ. ഞങ്ങൾക്കൊന്നും വേഷമനുസരിച്ച് ആഭരണങ്ങൾ മാറിയ ഓർമ്മ പോലുമില്ല. കഴുത്തിൽ ഒരു മാലയും കയ്യിൽ 2 വളകളും കാണുമെന്ന് മല്ലിക സുകുമാരൻ ഓർത്തു. മക്കൾക്കും മരുമക്കൾക്കും ഒപ്പമല്ല മല്ലിക സുകുമാരൻ താമസിക്കുന്നത്. ഇതേക്കുറിച്ച് മല്ലിക കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ട്. സ്വന്തം അമ്മയോ അച്ഛനോ വന്ന് നിൽക്കുന്നത് പോലെ ആയിരിക്കില്ല മരുമക്കൾക്ക് ഞാൻ വന്ന് നിൽക്കുന്നത്. മരുമക്കൾക്ക് അവരുടേതായ ലോകമുണ്ടെന്ന് താൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരുമിച്ചൊരു വീട്ടിൽ കഴിയാൻ തനിക്ക് താല്പര്യമില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. അതേസമയം മരുമക്കൾക്ക് 2 പേർക്കും തന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ടെന്നും മല്ലിക വ്യക്തമാക്കി. രണ്ടുപേരും വ്യത്യസ്തരാണ്. സുപ്രിയ ഡൽഹിയിൽ വളർന്ന ആളാണ്. എന്റെ ബന്ധുക്കളെ അധികം അറിയില്ല. എന്നാൽ മൂത്ത മരുമകൾ പൂർണിമയ്ക്ക് എല്ലാവരെയും അറിയാം. കാരണം പൂർണിമയാണ് ആദ്യം വീട്ടിലേക്ക് മരുമകളായി വന്നതെന്നും മല്ലിക സുകുമാരൻ ചൂണ്ടിക്കാട്ടി. സിനിമാ രംഗത്ത് മല്ലിക സജീവമാണ്. കോമഡി കലർന്ന അമ്മവേഷങ്ങളാണ് നടി കൂടുതലും ചെയ്യുന്നത്. ടെലിവിഷൻ രംഗത്തും മല്ലിക സുകുമാരൻ സാന്നിധ്യം അറിയിക്കുന്നു. മല്ലിക സുകുമാരന്റെ മിക്ക അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട്. മിക്ക അഭിമുഖങ്ങളിലും രസകരമായാണ് മല്ലിക സുകുമാരൻ സംസാരിക്കാറുള്ളത്.